നമസ്കാരം. നമ്മൾ കോയമ്പത്തൂർ ടു കൂർഗ് ഒരു ചെറിയൊരു യാത്ര പോകുന്ന ഒരു വ്ളോഗാണ്. ഞാനും ഹസ്ബൻഡും 2 പിള്ളേരും ഒക്കെ ആയിട്ട് അതാ സത്യമംഗലം എത്തിയിട്ടുണ്ട്. സത്യമായിട്ടുള്ള മംഗളം. എന്ത് സത്യമായിട്ടുള്ള മംഗളം? മംഗളം. യെസ്. നമ്മൾ ഇടയ്ക്കൊന്ന് വണ്ടിയുടെ എയർ ടയേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ്. കാരണം ഇനിയിപ്പം നല്ല കാടും നമ്മൾ ട്രിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഈ റൂട്ടിൽ നമ്മൾ കുറേ തവണ പോയിട്ടുണ്ട് കേട്ടോ. മൈസൂർക്കും പിന്നെ ഞങ്ങള് ഗോവയ്ക്ക് ബൈ റോഡ് പോയി. അപ്പം കൂർഗ് മൈസൂർ അതൊക്കെ ഇങ്ങനെ കവറാക്കി പോയിട്ടുണ്ട്. ഈ വഴിയില് കുറേ തവണ നമ്മള് എലിഫന്റ്സ് സ്പോട്ട് ചെയ്തിട്ടില്ലേ? കുറേ തവണ എലിഫന്റ്. ഒരു ടൈം കരടീനെ കണ്ടു തോന്നുന്നുണ്ട്. ഒരു ടൈം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇഷ്ടത്തിന് വന്നിട്ടുണ്ട്. പിള്ളേരെ കോവിൽ ഭയങ്കര പവർഫുൾ ആണ്. ഇവിടെ കാർസിന്റെ തിരക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ. അല്ലേ? ഇപ്പുറത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലോറി ഹൈഡ് ചെയ്തു. സോ ഇതാണ് അമ്പലം. കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അമ്പലത്തിൽ. So we are entering into the forest. ഇനി ഒരേ ക്യാമറയിൽ എടുത്തു. ഓക്കെ. ഇനിയിപ്പം ചെക്ക് പോസ്റ്റ് ആണല്ലേ അങ്ങോട്ട്. നമുക്ക് ചെക്ക് പോസ്റ്റ് മെല്ലെ പോണേ. ക്യാമറയിൽ കിട്ടാൻ. ഇതാണ് ഡീർസ്. കണ്ടോ? നല്ല കൊമ്പുള്ള ഒരു മാനം കൂടെ ഉണ്ട്. കവറായോ എന്തോ. തമിഴ്നാട് അല്ലേ ഈ മുടിവ്? തമിഴ്നാട് സ്റ്റേറ്റ് ലിമിറ്റ് എൻസ്. സോ എൻ്റെ ഈ റൈറ്റും ലെഫ്റ്റും നിങ്ങൾ കാണുന്നത് ചക്ക വിൽക്കുന്നതാട്ടോ. ഇവിടുത്തെ ലോക്കൽസ് അവരുടെ ചക്ക വിൽക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾ കുറേ തവണ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുക ആന ചക്കയുടെ മരത്തിന് വരൂലേന്ന്. അപ്പോൾ അവർ പറയും വരും. വന്ന് എന്താക്കുമെന്ന് വെച്ചാൽ അവർ ഇട്ടിട്ടങ്ങ് പോകുന്നു. വന്ന് അറ്റാക്ക് ചെയ്ത് മൊത്തം നശിപ്പിച്ചിട്ട് പോകുന്നു. ബട്ട് ചക്ക ടേസ്റ്റിയാട്ടോ. അടുത്ത ലാൻഡ് ഓഫ് ടോയ് മാനുഫാക്ചറിംഗ്. ചെറുതായിട്ട് വിശന്നപ്പോൾ നമ്മൾ എന്താണ് കടയുടെ പേര്? കിച്ചനല്ല വെച്ചാ കഴിക്കുന്നത്. ഞങ്ങള് പൂരി ബാജി. ജോയിന്റെ പൊന്നെ കഴിച്ചിട്ട് കുഴപ്പമില്ല, നന്നായിട്ടായിരുന്നു. പ്രൈസും കുഴപ്പമില്ലല്ലോ. പ്രൈസും വളരെ കുറവായിരുന്നു. മീൽസിന് വന്നിട്ട് എല്ലാം ഉണ്ടായിരുന്നു. രസം, സാമ്പാർ, നോർമൽ ആയിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന മാതിരി. തൈര്, പായസം, ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു അല്ലെ. ഞങ്ങള് കഴിച്ച എന്നായിരുന്നു? പൂരി ബാജി. അത് നല്ലായിരുന്നു. ചമ്മന്തി നല്ലായിരുന്നു. ആ കോക്കനട്ട് ചട്നി മാതിരി നല്ല ഫുഡാ. കുഴപ്പമില്ല. നല്ല രസമുണ്ടല്ലോ. ആ മലയുടെ മുകളിൽ നല്ല ക്ലൗഡ് ആയിട്ട്. അവിടെ എയർപോർട്ട് നിങ്ങൾ കാണുന്നതാണ് മൈസൂർ എയർപോർട്ട്. മൈസൂർ നമ്മളപ്പോ എത്തി. ഓൾമോസ്റ്റ് അല്ലേ, എത്തി കഴിഞ്ഞു. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ട് ഇനി? ട്രേഡ് മാർക്സ് അല്ലേ? അപ്പോൾ ഈ കാണുന്നത് സെയിൻറ്റ് ഫിലോമിനാസ് ചർച്ച് മൈസൂരാണ്. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈ പള്ളി തന്നെയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പള്ളിയിൽ എത്തിക്കഴിഞ്ഞു. ഒരു 3 മണിയോടുകൂടി ആയപ്പോഴത്തേനും പള്ളി എത്തി. നമ്മുടെ റൂട്ട് ബേസിക്കലി കോയമ്പത്തൂർ, ബന്നാരി, സത്യമംഗലം, തിമ്പം വഴി മൈസൂർ. ഇനി മൈസൂരിൽ നമ്മൾ കൂർഗിലേക്ക് പോകണം. അപ്പം നമുക്ക് ഭയങ്കര ഒരു പ്രത്യേകത ഒരു ദിവസമാണ്. ഞങ്ങളുടെ മോളിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ ഫസ്റ്റ് സ്പോട്ടായിട്ട് സെൻറ്റ് ഫിലോമിനാസ് ചർച്ച്, കത്തീഡ്രൽ ചർച്ചാണിത്. ഭയങ്കര അത്ഭുതങ്ങൾ, നല്ലൊരു ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഇത് ഉണ്ടാക്കിയേക്കുന്നത് 1936 കൺസ്ട്രക്റ്റഡ് ചെയ്തതാണ്. നമ്മുടെ കൃഷ്ണരാജ വാദയാർ 4 മഹാരാജാവാണ് ഈ പള്ളി ബേസിക്കലി കൺസ്ട്രക്ട് ചെയ്തത്. ഈ പള്ളി സെയിൻറ്റ് ഫിലോമിനാസ് എന്ന് മാത്രമല്ല, സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ എന്നും പറയും. ഇത് ഏഷ്യയിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് പള്ളിയൊക്കെയാണ്. ഇതാണ് പള്ളിയുടെ ഹിസ്റ്ററി. അപ്പം നമ്മളിതിൽ കുറേ തവണ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ കൂർഗിലോട്ട് പോയ കാരണം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇവിടെ തന്നെ വെച്ചു. എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരെയും ഇവിടെ കാണാൻ പറ്റിയിട്ടോ. അതാണ് ഏറ്റവും അത്ഭുതമായിട്ട് എപ്പോഴും ഈ പള്ളി വരുമ്പോൾ നമുക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനത്തെ റിലീജിയസ് സ്ഥലത്തിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ആണല്ലോ. ഇത് പള്ളിയുടെ താഴെ ഈ ഫിലോമിന പുണ്യവതിയുടെ ഒരു ടോംബ് പോലത്തെ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
സോ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഇത്. പിന്നെ ഈ ഇറങ്ങുന്ന വഴിയിൽ നമുക്ക് കുറേ കുടുംബക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എല്ലാം ഇൻ മെമ്മറി ഓഫ് എന്ന് പറഞ്ഞാണ് എഴുതിയേക്കുന്നത്. സോ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്. മേ ബി ഈ പള്ളി ബിൽഡപ്പ് ചെയ്യാൻ സഹായിച്ച ആൾക്കാരുടെ പേരാണോ, അതോ സഹായിച്ച ആൾക്കാർ അവരുടെ കുടുംബക്കാരുടെ മരിച്ചുപോയ കുടുംബക്കാരുടെ പേര് ഇൻക്ലൂഡ് ചെയ്തതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് റിയലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ അടിയിലോട്ട് പോയപ്പോൾ. ഇതാണ് സെൻറ്റ് ഫിലോമിനാസ്, നമ്മുടെ പുണ്യവതിയായ സെൻറ്റ് ഫിലോമിന ഇതാണ്. അപ്പം ഇതിൻ്റെ അപ്പുറയും ഇപ്പുറയും ആയിട്ട് നമുക്ക് എക്സിറ്റ് വഴിയുണ്ട്. ആ വഴിയിൽ ഫുള്ളും ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള വഴിയായിരുന്നു കേട്ടോ. കുറേ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു അവിടെ നമുക്ക്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നമുക്ക് കൂർഗ് എത്തണ്ടേ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു 3-3:30 കഴിഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ ലഞ്ച് ചെറുതായിട്ട് അവിടെ കഴിച്ചല്ലോ. അപ്പം ഏച്ചൻ പറഞ്ഞത് ഇവിടുന്ന് ഓൾമോസ്റ്റ് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ഇടത്തില്ല. ചെരുപ്പ് വെക്കാൻ തന്നെ കൗണ്ടർ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ ചെരുപ്പ് ഇട്ടിട്ടാട്ടോ ഇങ്ങോട്ട് കയറി വന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ എക്സിറ്റ്. ദിസ് ഈസ് വൺ ഓഫ് ദറ്റ് എക്സിറ്റ്. നമ്മൾ ഇതിൽ കൂടെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പള്ളിയുടെ വലിപ്പം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഞാൻ എൻ്റെ വലിപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ പുതുമയൊന്നല്ല. ഓൾമോസ്റ്റ് കുറേ വ്ളോഗേഴ്സ് ഇവിടുത്തെ പള്ളിയുടെ ഹിസ്റ്ററി എന്നേക്കാളും നന്നായി ഇവിടുത്തെ ഹിസ്റ്ററിയും ഭയങ്കര ഈച്ച് ഡീറ്റെയിൽഡായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഫാമിലിയുടെ നമ്മുടെ സന്തോഷം ഞാനെടുത്ത ചില കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം കേട്ടോ. ഇതാണ് ആ പള്ളി. ഞാൻ പറഞ്ഞില്ലേ പുറത്ത് വന്നതിൻ്റെ ഫുൾ ആർക്കിടെക്ചർ. ഇതൊരു ജർമ്മൻ ആർക്കിടെക്ചറൽ ബേസ് ആണ് എന്ന് ഞാൻ വായിച്ചായിരുന്നു. ആ സൈഡിലൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ഞാൻ വായിച്ചതാട്ടോ ഈ ഇൻഫർമേഷൻസൊക്കെ. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. നല്ല ടോളായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കളറും കാര്യങ്ങളും സൂപ്പറാണ് അല്ലേ. പോവല്ലേ? മൈസൂർ സിറ്റി നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. നല്ല രസമുണ്ട്. നല്ല ഗ്രീൻ ആയിട്ട്. ഇതിപ്പം നമ്മൾ കൂർഗ് ഏകദേശം എത്തിയിട്ടോ. ഇത് ഔട്ട്സ്കേർട്സ് ഓഫ് കൂർഗാണ്. നല്ല രസമല്ലേ. അപ്പോഴത്തേനും ഇത് നോക്കുമ്പം ടിബേറ്റിയൻ മോണസ്ട്രിയും കണ്ടു. നല്ല ബ്യൂട്ടിഫുള്ളാണ് എൻട്രൻസ്. നമ്മൾ ഇടയ്ക്ക് ഒരു ഡൈവേർഷൻ എടുത്തു. കൂർഗ് എത്തി ഓൾമോസ്റ്റ്. കുശാൽ നഗർ. ഇവിടെ നല്ല ടിബേറ്റിയൻ മോമോസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഒരു വീഡിയോ എടുക്കാൻ പാടുമോന്ന് അറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ആം ടേക്കിംഗ് ഇറ്റ്. ഹോട്ടൽ ടിബet. ദ പാർക്കിംഗ് ഇൻസൈഡ്. ഇവിടെയാണ് നമ്മൾ വന്നത് ലാസ്റ്റ് ടൈം. യാ ടിബേറ്റിയൻ ആൾക്കാരുടെ മേലെ നോക്കിക്കേ മൊണാസ്ട്രി. ദാ ഏറ്റവും മോളി കണ്ടോ. പിന്നെ ഇവിടെ മാക്സിമം തണുപ്പുള്ള സ്ഥലങ്ങൾ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് കൊടുക്കുന്ന റീസൺ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് കേട്ടോ. ഇത് അവിടുത്തെ ടിബേറ്റിയൻ ഫേമസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടാണ് ഇപ്പോൾ കയറുന്നത്. ഓക്കെ, പടികൾ. സോ നമ്മൾ നല്ല ഒരാൾ ഉറക്കത്തിൽ കഴിഞ്ഞിട്ടിരിക്കുക. നല്ല ഭംഗിയുള്ള സിമ്പിളായി ബീഫ് നോർമൽ സൂപ്പ്. എങ്ങനെ ദിസ് ഈസ് ചിക്കൻ മാൻചോ. സാധാരണ ക്ലിയർ സൂപ്പിനാണ് എരിവില്ലാണ്ട് വരിക. ഇത് ഓപ്പൺ ചെയ്യ്. ഇത് ഓപ്പൺ ചെയ്യ്. ഇതെന്നാ? ചൗമിൻ. ഞാനും ട്രൈ ചെയ്തു. ഈ ലീഫ് ബേസിക്കലി ബോക് ചോയ് ലീവ്സാണ്. ഈ ലീവ്സ് അതെ. പിന്നെ നമ്മൾ വാങ്ങിയത് ഫ്രൈഡ് മോമോസും ചിക്കൻ മഞ്ചൂരിയനും. ഇതിൻ്റെ വോയിസ് എവിടെ പോയി എന്നറിയത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നു വരെ ടിബേറ്റൻ ആയിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും നമുക്ക് നമ്മുടെ ഫുഡാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും രാത്രിയായി. ഒരു 6 o'clock നമ്മൾ ഏർലി ഡിന്നർ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സ്റ്റേയിലോട്ട് പോവുകയാണ്. ഇൻ ബിറ്റ്വീൻ ഒരു ചെറിയൊരു കേക്കും കൂടെ വാങ്ങാനുണ്ട്. ആ പരിപാടിയിലാട്ടോ. ബൈ. ഇതൊരു ഐസ്ക്രീം ഷോപ്പ് ആട്ടോ. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ഐസ്ക്രീം ലാംപ്സ് ഒക്കെ ആയിട്ട്
കുഞ്ഞി എസ്തറ്റിക്കലി നല്ല ഭംഗിയുള്ള ഒരു ഐസ്ക്രീം ഷോപ്പായിരുന്നു. ഇവിടുന്ന് നമ്മൾ ബിസ്കോഫ് ചീസ് കേക്കും 2-3 ഫ്ലേവർ ഐസ്ക്രീമും വാങ്ങിച്ചായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് അധികം അങ്ങ് റെക്കോർഡ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഏകദേശം ഇങ്ങനെയൊക്കെയോ റെക്കോർഡ് ചെയ്യും. സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. ആ വഴി തന്നെ പൊക്കോ. ഇനി ഇവിടെ ലെഫ്റ്റിലാണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു ടൈം സ്റ്റേ ചെയ്തതാണ്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ഹോംലി ഫീൽ. ഇവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. നമ്മൾ പറഞ്ഞാൽ മതി. അടിപൊളി കോഫി പ്ലാന്റേഷൻ നടുക്കുള്ള സ്റ്റേ ആട്ടോ. ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റൂം ബേസിക്കലി. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഞങ്ങൾ 4 റൂമും എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം കേട്ടോ. സോ ഇതൊരു ബെഡ്റൂം, ഇത് 2 ടോയ്ലറ്റ്സ് ആണ്. ആൻഡ് മുകളിൽ അവരുടെ വീടാണ്. സോ നല്ല വലിയ ഹാളാണ്. കണ്ടാൽ നിങ്ങൾക്കറിയാം, വലിയൊരു ഹാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്പർ വേണമെങ്കിൽ പറഞ്ഞോ കേട്ടോ, ഞാൻ അയച്ചെന്നേക്കാം. സോ ഇന്ന് ഞങ്ങൾ ഈ ബെഡ്റൂം ഒരാൾ. അപ്പം ഞങ്ങളിപ്പോൾ കിടക്കാൻ പോവുകയാണ്. ഇനി വേറൊരു വിശേഷമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ അയച്ചു തരാം. പുറത്ത് നല്ല മഴയാണ്, തണുപ്പുമുണ്ട്. ഓക്കെ, അപ്പം നാളെ മോർണിംഗ് കാണാം. അങ്ങനെ കൂപ്പ് പാർട്ട് 1 ഇന്ന് എൻ്റെ ആവാണ്. പാർട്ട് 2 നാളെ കാണാം.